2024 IPL സീസൺ തുടങ്ങുന്നതിന് മാസങ്ങൾ മാത്രം മുൻപാണ് ഗുജറാത്ത് നായകനായിരുന്ന ഹാർദിക് പാണ്ഡ്യ തന്റെ ആദ്യത്തെ ഫ്രാഞ്ചൈസിയായ മുംബൈ ഇന്ത്യൻസിലേക്ക് തിരിച്ചുപോയത്. മുംബൈയിലേക്ക് പോയി എന്നത് മാത്രമല്ല, രോഹിത്തിന്റെ ക്യാപ്റ്റൻ സ്ഥാനവും മടങ്ങിവരവിൽ ഹാർദിക് പിടിച്ചെടുത്തു. ഗുജറാത്ത് ടൈറ്റൻസ് നായകനായി ആദ്യ സീസണിൽ കിരീടവും ഒരു തവണ റണ്ണറപ്പുമായ മികച്ച റെക്കോർഡ് ക്യാപ്റ്റനായ ഹാർദിക്കിനുണ്ടായിരുന്നു. അതിനാൽ തന്നെ IPL 2024 ഏവരും ഉറ്റുനോക്കിയിരുന്നതാണ് മുംബൈ നായകനായുള്ള ഹാർദിക്കിന്റെ ആദ്യ മത്സരം. രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ മുംബൈ ആരാധകർക്കും ഗുജറാത്തിൽ നിന്നും അവസാന നിമിഷം മുംബൈയിലേക്ക് ചേക്കേറിയതിൽ ഗുജറാത്ത് ആരാധകർക്കും ഹാർദിക്കിനോട് വിരോധമുണ്ട്. ആയതിനാൽ തന്നെ ഗുജറാത്ത് മുംബൈ പോരാട്ടം ഹാർദിക്കിന് നിർണായകമായിരുന്നു. എന്നാൽ ഗുജറാത്തിനെതിരായ സീസണിലെ ആദ്യ മത്സരത്തിൽ കളി സ്വന്തം കയ്യിലിരുന്നിട്ടും മുംബൈ വിജയം കൈവിട്ടു. ബുംറയ്ക്ക് ആദ്യ ഓവറുകൾ നൽകാതിരുന്നതടക്കമുള്ള ഹാർദിക്കിന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സമൂഹമാധ്യമങ്ങൾ ഗുജറാത്ത് ടീം മെന്ററായ ആശിഷ് നെഹ്റയെ ആഘോഷിക്കുന്ന തിരക്കിലാണ്. നായകൻ ഹാർദിക് പോയതോടെ പ്രതിസന്ധിയിലാകുമെന്ന് കരുതിയ ഗുജറാത്ത് ചാമ്പ്യന്മാരെ പോലെയാണ് മുംബൈക്കെതിരെ കളിച്ചത്. മികച്ച ടോട്ടൽ നേടാൻ കഴിയാതിരുന്നിട്ടും അതൊന്നും തന്നെ അവരുടെ ശരീരഭാഷയിൽ പ്രതിഫലിച്ചില്ല. മറിച്ച് മുംബൈ ആകട്ടെ മത്സരം പുരോഗമിക്കും തോറും കൂടുതൽ പിൻവാങ്ങുന്നതായാണ് കാണാനായത്. മത്സരത്തിന്റെ അവസാന ഓവറുകളിൽ മോഹിത് ശർമ്മയും റാഷിദ് ഖാനും ചേർന്ന് വരിഞ്ഞുമുറുക്കിയപ്പോൾ സൂപ്പർ താരങ്ങളെ കൊണ്ട് സമ്പന്നമായ മുംബൈ നിരയ്ക്ക് കാര്യമായൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. 38 പന്തിൽ 46 റൺസുമായി യുവതാരം ഡെവാൾ ബ്രവിസും 29 പന്തിൽ 43 റൺസുമായി മുൻ നായകൻ രോഹിത് ശർമ്മയും മാത്രമാണ് മുംബൈ ബാറ്റിംഗ് നിരയിൽ തിളങ്ങിയത്. മത്സരത്തിന്റെ അവസാന ഓവറുകളിൽ ആശിഷ് നെഹ്റ ബൗണ്ടറിക്ക് സമീപത്ത് നിന്ന് തന്ത്രങ്ങൾ പറഞ്ഞു നൽകുന്നത് മത്സരത്തിൽ പലപ്പോഴായി കാണാമായിരുന്നു. ഫുട്ബോളിലെ ടീം മാനേജറുടെ റോളാണ് ആശിഷ് നെഹ്റ ചെയ്യുന്നതെന്നും ഏറെ ഫലപ്രദമായാണ് ഈ ഇടപെടലുകളെന്നുമാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. കഴിഞ്ഞ 2 സീസണുകളിലെ ഗുജറാത്തിന്റെ വിജയത്തിന് പിന്നിൽ ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റനല്ലെന്നും അത് ആശിഷ് നെഹ്റയാണെന്നും അത് ഇന്നലെ തെളിഞ്ഞതായും ആരാധകർ പറയുന്നു.